ഇന്ന് കല്ലുമ്മേക്കായ റോസ്റ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ കല്ലുമ്മേക്കായ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മേക്കായ വെച്ച് കൊടുക്കാം. കല്ലുമ്മേക്കായയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന കല്ലുമ്മേക്കായ ചെറുതാണ്, അതുകൊണ്ട് കല്ലുമ്മേക്കായയുടെ ഷേപ്പ് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. വലിയ കല്ലുമ്മേക്കായൊക്കെ ആണെങ്കിൽ കൂടുതൽ രുചിയും ഉണ്ടാകും, നല്ലതായിരിക്കും. എനിക്കിവിടെ ചെറുതാണ് കിട്ടുന്നത്. അത് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിപ്പോവും. കല്ലുമ്മേക്കായ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അതിലെ നാരും അഴുക്കും എല്ലാം നീക്കം ചെയ്തിരിക്കണം. നല്ലതുപോലെ കഴുകിയെടുക്കണം. ക്ലീനിങ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് കല്ലുമ്മേക്കായയിൽ. നന്നായിട്ട് ക്ലീൻ ചെയ്തില്ല എങ്കിൽ അസുഖം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇത് കഴിച്ചാൽ. കല്ലുമ്മേക്കായ ഷെൽഫ് ഫുഡ്സിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇത് അലർജി ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം 2-3 പീസ് കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ദിവസം അവർക്ക് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുന്നില്ല എങ്കിൽ മാത്രം അടുത്ത ദിവസം കൂടുതൽ എമൗണ്ടിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കഴിയുന്നതും പുറത്തു നിന്ന് കല്ലുമ്മേക്കായ ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്. കാരണം അവരെങ്ങനെയാണിത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവുക, അതുപോലെ നല്ലതുപോലെ കുക്ക് ചെയ്തിട്ടുണ്ടാവുമോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് കഴിയുന്നതും വീട്ടിൽ തന്നെ കല്ലുമ്മേക്കായ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് പാകം ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവർ കഴിയുന്നത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. കല്ലുമ്മേക്കായ ഞാനൊരല്പം നന്നായിട്ട് കുക്ക് ചെയ്ത് തന്നെ എടുക്കും. കുറച്ചധികം സമയമെടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. കല്ലുമ്മേക്കായയ്ക്ക് അധികം വേവില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഞാൻ റിസ്ക് എടുക്കാറില്ല. കുറച്ചധികം നല്ലതുപോലെ കുക്ക് ചെയ്താണ് ഞാൻ എടുക്കാറ്. കല്ലുമ്മേക്കായ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ പാനിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ പാൻ തന്നെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് ഒരു പിടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 20 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 10 അല്ലി ചെറിയ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് 2 പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കല്ലുമ്മേക്കായ മാരിനേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം ഉപ്പ് കല്ലുമ്മേക്കായയിലുണ്ടായിരിക്കും. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പോരാത്തത് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തും കൂടെ ഉള്ളിയോടൊപ്പം നല്ലതുപോലെ മൂത്ത് വരണം. എന്നാൽ ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. ഏകദേശം നന്നായിട്ട് വെന്ത് അതിനോട് ചേർന്നാൽ മാത്രം മതിയാകും. ചെറിയ ഉള്ളി വഴന്ന് വരുന്നതിനോടൊപ്പം തന്നെ തേങ്ങാക്കൊത്തും കൂടി നല്ലതുപോലെ വെന്ത് വരണം. അതാണ് അതിൻ്റെ പാകം. ചെറിയ ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഈ തേങ്ങാക്കൊത്ത് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കണം. അപ്പോഴത്തേക്ക് അറിയാമല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. ഇതിലെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടികൾ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ച മണമെല്ലാം മാറി വരണം. ഫ്ലെയിം വളരെ ചെറുതായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഇത് നാടൻ വിനാഗിരിയാണ്, അതായത് സിന്തറ്റിക് വിനാഗിരി അല്ല.
അതായത് തെങ്ങിൻ്റെ കള്ളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന വിനാഗിരിയാണ്. അതുകൊണ്ടാണ് ഇത്രയും അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. സിന്തറ്റിക് വിനാഗിരി ആണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം മതിയാകും. വിനാഗിരിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വിനാഗിരി നല്ലതുപോലെ ഇതിൽ കിടന്ന് വറ്റി വരണം. വിനാഗിരിയുടെ പുളി തേങ്ങാക്കൊത്തിലേക്കും ഉള്ളിയിലേക്കും എല്ലാം പിടിക്കണം. ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള വിനാഗിരി ഒരു നല്ലൊരു രുചി കൊടുക്കും കേട്ടോ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റിലേക്ക്. നാട്ടിലൊക്കെ ഉള്ളവർ തെങ്ങും കള്ള് കൊണ്ടുണ്ടാക്കുന്ന വിനാഗിരി ഉണ്ടെങ്കിൽ കുറച്ച് മേടിച്ച് വെച്ചാൽ ഇതുപോലെയുള്ള നാടൻ കറികൾക്കൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വിനാഗിരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കറികൾക്കും നല്ലൊരു രുചി കൊടുക്കും. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ ഇതിൽ കിടന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് കല്ലുമ്മക്കായയിലേക്ക് വിനാഗിരിയുടെ അംശവും കുരുമുളകും അതുപോലെ ഇട്ട് കൊടുത്ത ഗരം മസാലയും എല്ലാം നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. ഇതിലെ തേങ്ങാക്കൊത്തിനാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവസാനമായിട്ട് ഉപ്പ് നോക്കണം. തേങ്ങാക്കൊത്തിലാണെങ്കിലും ഉള്ളിയിലാണെങ്കിലും കല്ലുമ്മക്കായയിലാണെങ്കിലും ഒക്കെ ഉപ്പ് നോക്കണം. എല്ലാം കൂടെ ചേർത്ത് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ രുചി വരിക. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടിയേക്കാൾ നല്ലത് ഒരല്പം ഉപ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചതിന് ശേഷം തളിച്ചു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും നല്ലതുപോലെ ആയി കിട്ടും. അതുപോലെ ആ ഉപ്പ് തേങ്ങാക്കൊത്തിൽ പിടിക്കാനാണെങ്കിലും അത്തരത്തിൽ ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. കല്ലുമ്മക്കായ്ക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണല്ലോ. അതുകൊണ്ട് കല്ലുമ്മക്കായ ഇഷ്ടമുള്ളവരെല്ലാവരും ഇത്തരത്തിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എപ്പോഴും കല്ലുമ്മക്കായ കിട്ടുന്നതല്ല. കല്ലുമ്മക്കായുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് കല്ലുമ്മക്കായ കിട്ടുവാണെങ്കിൽ ഈ രീതിയിൽ കല്ലുമ്മക്കായ റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. മാത്രമല്ല വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ആ തേങ്ങാക്കൊത്തും കല്ലുമ്മക്കായും കുറച്ച് ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്